നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോടുണ്ടാക്കാൻ പോകുന്നത് വെറും 5 മിനിറ്റ് മതി. അതിനുള്ളിൽ ബ്രെഡിനും ചപ്പാത്തിക്കൊക്കെ കറിയായിട്ടും ചോറിന് സൈഡ് ഡിഷായിട്ടും ഇനി നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 സവാള മതി നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 2 തക്കാളി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് തീരെ പുളിയില്ലാത്ത തക്കാളി ആവുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തക്കാളി ആവുമ്പോൾ ഒരു 1-1.5 തക്കാളിയൊക്കെ ധാരാളം മതി. പുളിയില്ലാത്തതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഒരുപാട് എണ്ണ യൂസ് ചെയ്യുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ, നോൺ സ്റ്റിക്ക് അല്ലേ. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ മതി. ഇപ്പം എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ഞാനൊന്ന് വലുതാക്കിയിട്ട് ഇതുപോലെ സ്ക്വയറാക്കിയിട്ട് കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് പൊടിയായിട്ട് അരിയേണ്ട, നമ്മൾ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കനത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും സവാളയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില ഇതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുക. ചെറിയ തണ്ടാവുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 തണ്ട് കറിവേപ്പില മതി. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ഈ പച്ചമുളക് ഒന്ന് ചെറുതാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്തോളൂ. പെട്ടെന്ന് നമ്മുടെ സവാളയ്ക്കൊന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും റോസ്മല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് ഇതേപോലെ വലുതാക്കിയിട്ടൊന്ന് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്യുമ്പോൾ എനിക്കിത് മുഴുവനായിട്ടും എനിക്കിതിലേക്ക് വേണമെന്ന് തോന്നുന്നില്ല. ഞാനിതിലേക്കൊരു 1.25 തക്കാളിയാണ് ചേർക്കുന്നുള്ളൂ, അത് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി റോസ്മല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യേണ്ട, കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്യേണ്ടത്, എന്നാലേ കട്ടകൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് നല്ല ബാറ്ററായി കിട്ടും. ഇപ്പം ഞാനിതിലേക്ക് ആ 1/4 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ നേരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ നോക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് വറ്റി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ
ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യല്ല, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെയൊക്കെ ഒന്ന് റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം മസാലപ്പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇപ്പം നേരത്തെ അവിടെ മിക്സ് ചെയ്ത് വെച്ച കടലമാവുണ്ടല്ലോ, ആ കടലമാവ് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒരു ലേശം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താലും മതി. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കടലമാവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് പൊടിയായി എരിഞ്ഞ മല്ലിയില കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതേപോലെ അങ്ങോട്ട് നമുക്ക് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം. ഇനി നിങ്ങൾക്ക് ചായക്കുള്ള കടിക്കാണെങ്കിൽ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോഴും ഇത് ചായയുടെ കൂടെ കടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.